ആണ്ടവരുടെ നാമം മയപ്പെടുവാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കുക. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി നമുക്ക് സ്തോത്രം പണിയിടാം. ഇന്ന് എപ്പിസോഡ് 88 അതാണ് നമ്മൾ പഠിക്കുന്നത്. 88 ഫിലിപ്പിയ ലേഖനം 1:9 താൻ നമുക്ക് പാക്കേണ്ടത്. എന്നാൽ നമ്മൾ 8-ാം വചനം തൊട്ട് നമുക്ക് ഒന്നും കൂടെ പാത്തിട്ട് 9-ാം വചനത്തിലേക്ക് നമുക്ക് പോയിടാം. നമുക്ക് 8-ാം വചനത്തിൽ നമ്മൾ എന്നാണ് നമ്മൾ നമ്മൾ വാസിക്കുന്നത് നമുക്ക് കേട്ടിടാം. ക്രിസ്തുയേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. ഇங்கே പൗലോസ് ഞാൻ നിങ്ങളെ പാക്കാൻ വേണ്ടി എൻ്റെ ഹൃദയം അപ്പടിയേ വാഞ്ചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ரொம்ப ആഗ്രഹം ഇരിക്കുക നിങ്ങളെ പാക്കാൻ വേണ്ടി. കാരണം എന്തുകൊണ്ട് താൻ എൻ്റെ കൂട്ടുവിശ്വാസികൾ താൻ എൻ്റെ ശരീരം താൻ നിങ്ങൾ എല്ലാം എൻ്റെ ശരീരം താൻ. കാരണം നമ്മുടെ ശരീരമാര് നമ്മുടെ തലയാര് ആണ്ടവരായ യേശുക്രിസ്തു നമ്മുടെ തലയായിരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആണ്ടവരുടെ ശരീരത്തിൻ്റെ ചെറിയ ചെറിയ പാട്ടുകൾ, പെരിയ പാട്ടിൽ ചെറിയ. കാരണം നമ്മൾ ഈ ലോകത്തിലെ എല്ലാ വിശ്വാസികളെയും പാക്കുമ്പോൾ അവരെല്ലാം കൂടെ ഒരു ശരീരമായി തീരുമ്പോൾ നമ്മൾ പാക്കണം ചിന്ന ചിന്ന പാട്ട്. ആ പാട്ടാണ് നമ്മൾ അന്നേരം നമുക്ക് ഇപ്പം നമ്മൾ വിസാരിക്കുക ഇപ്പഴി നമ്മൾ വിസാരിക്കുക. എൻ്റെ കൈ എപ്പടി ഇരിക്കുക. നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മൾ എൻ്റെ കൈ എപ്പടി അത് ഡ്രൈ ആയിരിക്കേ, അല്ലെങ്കിൽ എൻ്റെ കാൽ നോക്കിക്കേ അത് ரொம்ப അഴുകായി, അത് ரொம்ப ഡ്രൈ ആയിരിക്കേ, അല്ലെങ്കിൽ എൻ്റെ മൂഞ്ചി എല്ലാമേ ரொம்ப பார்க்க முடியாத എന്ന് നമ്മൾ വിചാരിച്ച് നമുക്ക് നമ്മൾ അതോടെ എന്നാ പണ്ടും നമ്മൾ അടിക്കടി നമ്മൾ എന്നാ പണ്ടും നമ്മൾ പോയി ഒരു മിററിൽ അല്ലെങ്കിൽ ഒരു കണ്ണാടിയിലെ പോയി മുഖം പാക്കും. നമ്മുടെ മൂഞ്ചി എപ്പടി ഇരിക്കുക, അത് നല്ലപോലെ ഇരിക്കാതാണില്ല. ഇല്ലെങ്കിൽ നമ്മൾ കൊഞ്ചം പൗഡറൊക്കെ പുരട്ടി അല്ലെങ്കിൽ ക്രീമൊക്കെ പുരട്ടി നമ്മൾ നല്ല മിലുക്കിയിരിക്കില്ല. അത് നമ്മുടെ വാഞ്ച. അത് ഇപ്പം നമ്മൾ വെളിയിൽ പോയിട്ട് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ മൂഞ്ചിയൊക്കെ നോക്കിയിട്ട് തന്നെ നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ വരുമ്പോൾ നമ്മുടെ മൂഞ്ചിയൊക്കെ നോക്കും, അയ്യോ ഞാൻ ടയർഡ് ആയച്ചാ ഇല്ല. എന്നിട്ട് അത് എന്നതാ നമ്മുടെ വാഞ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിൽ ഇങ്ങനെ ഒരു നമുക്കൊരു ഒരു കൊസു കടിച്ചാച്ച് അന്നേരം നമ്മൾ എന്നാ വെച്ച് അതിനെ അടിച്ചാച്ച് അത് കഴിയുമ്പോൾ ഒരു കുറച്ച് ചെറിയ റെഡ് സ്പോട്ട് വരുമ്പോൾ അയ്യോ നോക്കിയിട്ട് അയ്യോ ആയാലും ഉടനെ നമ്മൾ ക്രീം പുരട്ടി അത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മെച്ചപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ അല്ലെങ്കിൽ ഓരോ ശരീരത്തിൻ്റെ ഓരോ പാട്ടും നമ്മൾ കൊണ്ടേയിരിക്കും. ഇപ്പം എங்கே നമുക്ക് പ്രോബ്ലം വന്നാലും നമ്മളത് എന്തുകൊണ്ട് ഈ പ്രോബ്ലം വന്നാച്ചേ, അല്ലെങ്കിൽ ഈ പ്രോബ്ലം എപ്പോഴും മുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അയ്യോ എനിക്ക് അത് നമുക്ക് ഒരു ഇപ്പോൾ ഇங்கே ரொம்ப വലിയിരിക്കുക നമ്മൾ ഉടനെ മറ്റേ കൈ കൊണ്ട് പോയിട്ട് നമ്മൾ அப்படியே നമ്മൾ മസാജ് பண்ணிட்டு നമ്മൾ എന്നാ ചെയ്യും, അയ്യോ ഈ കൈക്ക് ശരിയാ നമ്മൾ சொல்லாத ஐயோ இந்த கையே எனக்கு சரியாவா, ஐயோ இந்த காலே எனக்கு இது சரியாவா அப்படி சொல்லாத നമ്മൾ பார்த்துக்கொண்டே இருக்கும். அதுதான் வாஞ்சா. നമുക്ക് அது இங்கே சேம் தான். இங்கே அப்போஸ்தലനായ പൗലോസ് என்ன சொல்லுது, എൻ്റെ ശരീരമായ നിങ്ങളെ ഞാൻ പാക്കുന്ന എൻ്റെ വാഞ്ച, എൻ്റെ ഇഷ്ടം, എൻ്റെ ചിത്തം, എനിക്ക് നിങ്ങളെ പാക്കണം. കാരണം എൻ്റെ ശരീരം താൻ, അത് ഞാനും ആ ശരീരത്തിൻ്റെ ഒരു ഭാഗം താൻ. അതായത് ഞാൻ ശരീരമല്ല, ഞാൻ ശരീരത്തിൻ്റെ ഒരു ഭാഗം താൻ, നിങ്ങളും ശരീരത്തിൻ്റെ ഭാഗം താൻ. അതായത് ഈ ശരീരത്തെയൊക്കെ ആരാ പാക്കുന്നത്? കണ്ണ് താൻ പാക്കുന്നത്. കണ്ണ് താൻ നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതായത് നമ്മൾ അതുകൊണ്ട് കണ്ണ് താൻ അതിൻ്റെ മേധാവിയാ, അല്ലെങ്കിൽ അത് താൻ അതിൻ്റെ അല്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ പാക്കും നമ്മുടെ കണ്ണ് താൻ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ശബ്ദം വരുമ്പോൾ നമ്മൾ ചെവി കൊണ്ട് കേട്ടിട്ട് അത് കവറപ്പ് பண்ணാൻ പറ്റും. നമുക്ക് അതേപോലെ നമ്മുടെ മൂക്കിരിക്കുന്ന ഒരു വാസന വരുവാണെങ്കിൽ നമ്മൾ പാക്കും, അയ്യോ എங்கே കരിഞ്ഞാച്ച എന്നാ പ്രോബ്ലം ആയച്ച, ഇங்கே എവിടെ എന്നാ പ്രോബ്ലം. എന്നിട്ട് നമ്മൾ ഇതൊന്നുമേ ചെയ്തില്ലെങ്കിലും നമ്മൾ എന്നാ പറ്റും, നമ്മൾ പാത്തിടും, എന്തോ പാത്തിടും, നമ്മൾ ഓക്കെയാണ്. ഇங்கே അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ നിങ്ങൾ പ്രിയ കൂട്ടു സഹോദരന്മാരെ, എനിക്ക് നിങ്ങളെ പാക്കാനുള്ള വാഞ്ച. നിങ്ങൾ എപ്പടി ഇരിക്കേ, നിങ്ങളെല്ലാം നല്ല ரொம்ப സൗഖ്യമായിരിക്കേ, നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളും നല്ലതായിരിക്കേ. അത് പൗലോസിൻ്റെ വാഞ്ച. അതുതാണ് നമ്മൾ 8-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത്. നമ്മൾ 8-ാം വാക്യത്തിൽ നമ്മൾ വേറെ എന്നാ വായിക്കുക,
അതിനോട് ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്നെ വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. അത് ഞാൻ ആര് സാക്ഷിതാൻ? ആണ്ടവരായ യേശുക്രിസ്തു, അല്ലെങ്കിൽ ആണ്ടവർ താൻ എനിക്ക് സാക്ഷി. ഞാൻ ചുമ്മാ പൊളി ചൊല്ലുകയല്ല, ഞാൻ ഞാൻ സത്യം തന്നെ ചൊല്ലുക. എൻ്റെ സത്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ പാക്കുന്ന എൻ്റെ വാഞ്ച, അല്ലെങ്കിൽ എനിക്ക് ചിത്തം ഇരിക്കെ അതിന് ആർക്ക് തിരിയും? ആണ്ടവരായ യേശുക്രിസ്തുവിന് തിരിയും, അല്ലെങ്കിൽ ആണ്ടവർക്ക് അത് തിരിയും. ഇംഗ്ലീഷിൽ നമ്മൾ എന്നാ വായിക്കുന്നത്? For God is my record, how greatly I long after you in all the balls of Jesus Christ. ഇങ്ങനെ പറയാൻ ഇതിൻ്റെ എല്ലാം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിട്ട, അല്ലെങ്കിൽ അതിൻ്റെ പേപ്പറിൽ അത് ആരുടെ കയ്യിലിരിക്കുക? ஆண்டோட இருக்க. ഞാൻ சொல்லுന്നത് പൊളിയല്ല എന്ന് சொல்லுது. എൻ്റെ റെക്കോർഡ് അത് ആരുടെ പക്കത്തിരിക്കെ? ആണ്ടോടെ പക്കത്തിരിക്കെ. ആൻഡ് ആഫ്റ്റർ യു ഓൾ മൈ ബോൾസ് ഓഫ് ബോൾസ്, ആൻഡ് നിങ്ങൾ എല്ലാവരുമേ എൻ്റെ വയർ അല്ലെങ്കിൽ എൻ്റെ ശരീരം ആയിരിക്കെ. കാരണം നമ്മൾക്ക് പസിക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റും? നമ്മൾ ഷാപ്പിടും, നമുക്ക് എന്നാ വേണം തേവപ്പെടുന്നത്. അതേപോലെ എൻ്റെ ബോൾസ്, അല്ലെങ്കിൽ എൻ്റെ നമുക്ക് ചിത്തം വരുന്ന നമ്മുടെ വയറ്റിൽ നിന്ന് അയ്യോ നമുക്ക് ഇത് വേണം, അത് വേണം, അല്ലെങ്കിൽ ഇത് വേണം. അന്നേരം എൻ്റെ ബോൾസ്, അല്ലെങ്കിൽ എൻ്റെ എല്ലാത്തിൻ്റെ റെക്കോർഡ് ആരുടെ പക്കലാം? ആണ്ടുടെ. നമുക്ക് ഇനി 9ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. ഇങ്ങനെ சொல்லுது, and I pray that your love may abound yet more. இங்கே சொல்லுது നിങ്ങളുടെ ഇங்கே 9ാം വാക്യത്തിൽ ഇங்கே മലയാളത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അന്നേരം ഇங்கே 2 കണ്ടീഷൻ ഇங்கே சொல்லுது. എന്തുകൊണ്ട് അതിൻ്റെ വാഞ്ചരിക്ക് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. അതായത് ഇംഗ്ലീഷ് சொல்லுது എന്നത് ആൻഡ് this I pray that your love may abound yet more and more. നിങ്ങളുടെ സ്നേഹം വളർന്നുകൊണ്ടേയിരിക്കണം. അതായത് ഞാൻ നിങ്ങളെ പാക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോടും നേസം ഉണ്ടാവും. ആ നേസം അപ്പടി വളർന്നുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ പാക്കാതിരുന്നാൽ നമ്മൾ നേസം കിടക്കുമോ? ഇപ്പം നമുക്ക് ഒരു കൂട്ടു സഹോദരൻ ഇരിക്കുക, അല്ലെങ്കിൽ ആ കൂട്ടു സഹോദരന് എന്നാ പക്ഷേ എന്തെങ്കിലും ഒരു ദുഃഖം വന്നാച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യാധി വന്നാച്ച്, അല്ലെങ്കിൽ ഒരു വലി വന്നാച്ച് നമ്മൾ പോയി പാക്കുവാണെങ്കിൽ അവന് എന്നാ സന്തോഷമായിരിക്കും നമുക്ക് தெரியுமா? അതേപോലെ താൻ ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது, ഞാൻ എൻ്റെ വാഞ്ച എന്നാ നിങ്ങളെ പാക്കുന്ന എൻ്റെ വാഞ്ച. ആ വാഞ്ച 9ാമത്തിൽ പറഞ്ഞ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട്, അല്ലെങ്കിൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും ഇങ്ങനെ 3 കാര്യം. ഒന്ന് വർദ്ധിച്ചു വരണം, രണ്ടാമത് എന്നാ പരിജ്ഞാനത്തിൽ, അതായത് നിങ്ങളുടെ വചനത്തിലുള്ള ജ്ഞാനം അത് വളരണം. ഞാൻ വരുന്നത് മൂലം എന്നാ പറ്റണം? നിങ്ങൾക്ക് ആണ്ടവരുടെ പരിജ്ഞാനം, അല്ലെങ്കിൽ ആണ്ടവരുടെ ജ്ഞാനം, അല്ലെങ്കിൽ ആണ്ടവർ നിങ്ങൾക്ക് എന്നാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പ്ലാൻ എന്നത്, അവൻ്റെ പദ്ധതി എന്ത്, അല്ലെങ്കിൽ അവൻ എന്നാണ് നിലയ്ക്കുന്നത് നമ്മളെപ്പറ്റി എന്നുള്ള കാര്യം നമ്മൾ പാക്കണം. അത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം എന്താണ് சொல்லுது? 9ാം വചനത്തിൽ നമുക്ക് വായിക്കാം, പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും. അത് മാത്രമല്ല, നമുക്ക് ബുദ്ധിയും കിടക്കണം. നമ്മൾ വചനം വാസിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? ബുദ്ധി. നമ്മൾ ലോകവിധമായ ബുദ്ധിയെ പറ്റി അല്ല, ലോകവിധമായ ബുദ്ധിയും വളർന്നിടും. കാരണം വചനം വാസിച്ചു കഴിഞ്ഞാൽ വചനത്തിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കെ. ഈ വചനത്തിൽ എഴുതാത്ത ഒരു കാര്യം ഈ ലോകത്തിൽ നടക്കാതെ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് കാര്യം നമുക്ക് தேவைப்படுമോ ആ കാര്യം നമുക്ക് പാക്കണമെന്നുണ്ടെങ്കിൽ വചനത്തിൽ പോയിടുക. വചനത്തിൽ നമുക്ക് പാത്രം എല്ലാ കാര്യങ്ങളും, ഈ കൊല, എല്ലാ ദുഷ്പ്രവർത്തികൾ, എല്ലാ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ വ്യാധികൾ, അല്ലെങ്കിൽ നമ്മൾ എന്നാ വേണോ, നമുക്ക് தேவைப்படுമോ അത് എവിടെ கிடைക്കും? ബൈബിളിലെ கிடைക്കും, വചനത്തിലെ கிடைക്കും. ഞാൻ എന്നെപ്പറ്റി சொல்ல, ഞാൻ എൻ്റെ വീട്ടിൽ ടി വിയും വെക്കാതെ ഞാൻ ന്യൂസ് പേപ്പറും വെക്കാതെ. കാരണം
ആ ടി വിയിലും ന്യൂസ് പേപ്പറിലും വരുന്ന എല്ലാ ന്യൂസും എங்கே ഇരിക്കേ? വചനത്തിലിരിക്കുക. ബൈബിളിൽ നീ പാത്തു കഴിഞ്ഞാൽ വചനത്തിലിരിക്കുക. എന്നെ ലോകത്തിൽ എന്ത് നടക്കുന്നതെന്ന് വചനത്തിൽ നല്ലപോലെ ക്ലിയറായിട്ട് ശരിക്കുക. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായ സലോമോൻ എന്നാ சொல்லுது? ബുദ്ധിമാനായ സലോമോൻ சொல்லுது, ഇന്നലെ നടന്ന തന്നെ ഇന്ന് നടക്കുന്നതിന് നാളെ നടക്കുന്നത് വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പഴേ ചൊല്ലാം, ഇന്നലെ നടന്ന കാര്യം താൻ, നേരത്തെ നടന്ന കാര്യം താൻ എന്തുവാ, അത് താൻ ഇന്നും നടക്കുക. വ്യത്യാസം എന്നായിരിക്കെ? പേര് മാത്രം മാറിയിരിക്കുക. ഇന്ന ആള് മരിത്താറേ എന്ന് ചൊല്ലുമ്പോൾ വേറെ അടുത്ത ദിവസം വേറെ ഇന്ന ആൾ മരിത്താർ സെയിം ന്യൂസ്. അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയാച്ച് എന്ന് ചൊല്ലുമ്പോൾ അത് അവിടെ പേരും കാര്യങ്ങളൊക്കെ നേരത്തെ പേപ്പറിലിരിക്കുക, ഇന്നത്തെ പേപ്പറിൽ എന്തുവാ സെയിം തന്നെ. വേറെ ഒരാൾക്ക് ഇപ്പഴി ആക്സിഡന്റ് പറ്റിയാൽ ഇപ്പഴി നമ്മൾ ന്യൂസ് പാത്തു കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊലപാതകം നടന്നിരിക്കുക, അന്നേരം നേരത്തെയും ഒരു കൊലപാതകം നടത്തി, ഇന്നും ഒരു കൊലപാതകം. ഇത് തന്നെ നാളെ നടക്കുന്നത്. നാളെ ഇതിൽ വ്യത്യാസമായിട്ട് പറയത്തിലും അങ്ങനെയുമാണ്. നമുക്ക് യാതൊരു ബുദ്ധിമാനായ സലോമോൻ എന്നാ சொல்லுது? നിങ്ങൾ നേരത്തെ എന്നാ നടന്നാച്ചേ അത് താൻ ഇന്ന് നടക്കുന്നതാൻ നാളെ നടക്കുക. അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ? അതേപോലെ ഞാൻ ചൊല്ലി ഞാൻ ന്യൂസ് പേപ്പറും ഞാൻ ടി വിയും വാച്ച് பண்ணாத. അത് കാരണം എന്ന് പറഞ്ഞാൽ സെയിം ന്യൂസ് തന്നെ എനിക്ക് അത് അപ്പടി അതിനോട് രമ്പ ഇതില്ല, ആ ചിത്തമില്ല. ഞാൻ എന്നെപ്പറ്റി ഞാൻ ആ നേരം എന്നെ പണമെന്ന് തിരിയുമാ. ഞാൻ ആ നേരം ബൈബിളിലെ വചനം പഠിച്ചിടും. അന്നേരം എനിക്ക് ആ വചനത്തിലുള്ള എല്ലാ ജ്ഞാനത്താലും എനിക്ക് എല്ലാ കാര്യവും എനിക്ക് തിരിയും. പിന്നെ ഇരിക്കുന്ന പോളിറ്റിക്സ് സെയിം പോളിറ്റിക്സ് തന്നെ നേരത്തെ നടന്നിരിക്കുക, ആ സെയിം പോളിറ്റിക്സ് തന്നെ ഇന്നിരിക്കുക. അത് വേറൊരു ലോകം, ഇന്ന് വേറൊരു ലോകം. ഈ നാളെയും അത് നടക്കാൻ പോകുന്നത്. ആരെ താക്കണം, ആരെ പൊക്കണം, ആരെ പെരിയവനാക്കണം, ആരെ ചിന്നവരാക്കണം, ആർക്ക് ദുഷ്ടം പോകണം, ഇതെല്ലാം താൻ നേരത്തെ നടന്ന് ഇന്നും നടന്നു. നമുക്ക് എന്നെ നമ്മൾ ഇങ്ങനെ 9-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് എന്താ? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ, അതായത് നേസം മേൽക്കുമേൽ വർദ്ധിക്കണം. അത് നേസം എപ്പടി വർദ്ധിക്കണം? അത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ മേൽക്കുമേൽ വർദ്ധിച്ചിടണം പരിജ്ഞാനത്താൽ. അതായത് നമുക്ക് ജ്ഞാനം തരികണം. അത് സകല വിവേകത്താൽ, അതായത് ബുദ്ധി കിടക്കണം. ബുദ്ധിയോട് വേണം അത് വർദ്ധിച്ച് വന്നിട്ട്, അത് വർദ്ധിച്ച് വരുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ തലയോളം വളർന്നിടും. ആരുടെ തലയോളം? യേശുക്രിസ്തു. നമ്മുടെ തല? യേശുക്രിസ്തു താൻ നമ്മുടെ തല. അല്ലെങ്കിൽ ആണ്ടവരുടെ പുത്രൻ താൻ നമ്മുടെ തല പുത്രനായിരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമ്മൾ അവരോടൊപ്പം വളർന്നിടുന്ന അവരെ പോലെ ആയിടും. നമുക്ക് ചിന്നപ്പോൾ എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച് ഞാനിങ്ങനെ നിർത്തുക. നമ്മൾ பார்த்தாச்சு 8-9 നമ്മൾ பார்த்த കാര്യം നമ്മൾ നോക്കിയാച്ച് ഇങ്ങനെ പൗലോസിൻ്റെ വാഞ്ച എന്നാ എന്ന് നമ്മൾ കേട്ടാച്ച്, അവൻ്റെ ചിത്തം എന്നാ എന്ന് നമ്മൾ കേട്ടാച്ച്. നമ്മുടെ വാഞ്ചയും അതേപോലെ നമ്മുടെ കൂട്ടുസമ്മോരെ പാക്കുക, അവർക്ക് വേണ്ടി നമുക്ക് കാര്യങ്ങൾ പണ്ണുക, അതെല്ലാമാണ് നമ്മുടെയും വാഞ്ചയായിരിക്കണം. നമ്മൾ ആണ്ടോടെ വചനം പഠിക്കണം, ആണ്ടോടെ വചനത്തിൽ ജ്ഞാനത്തിൽ വളരണം. അതാണ് ആണ്ടവരുടെ ചിത്തം. അത് നമ്മൾ ആണ്ടവരുടെ തലയോളം നമ്മൾ വളരണം. അത് ആണ്ടവരുടെ ചിത്തം. അത് വേറെ വചനത്തിലേക്ക് ഞാൻ വരുമ്പോൾ നമുക്ക് പാക്കലാം. ആണ്ടവരുടെ നാം മേപ്പെടുമാറാകട്ടെ. ആണ്ടവർ നിങ്ങളെ എല്ലാം ആശീർവദിക്കട്ടെ. ആണ്ടവരുടെ കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ. ആണ്ടവരുടെ സ്നേഹം, ആണ്ടവരുടെ സമാധാനം നിങ്ങളുടെ മേലിരിക്കട്ടെ. ആണ്ടവരായ യേശുക്രിസ്തുവിനെ നാമത്തിൽ സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിച്ചിരുന്നു. ആമീൻ.